വ്യവസായി ഏകോപന സമിതി വളാഞ്ചേരി യൂണിറ്റ് വ്യാപാര ഭവൻ ഉദ്ഘാടനം ഇത് അല്പസമയം കൂടി പിന്നിടുമ്പോൾ വളാഞ്ചേരിയുടെ ചരിത്രമണ്ണിൽ പ്രൗഢമാവുകയാണ്. അതിന്റെ വിളംബരം വിളിച്ചറിയിച്ചുകൊണ്ടുള്ള പ്രൗഢമായ ഘോഷയാത്ര ഇതാണ്. ഈ വാഹനത്തിന് തൊട്ടുപിറകിലായി അവർ കടന്നു വരും. പ്രിയമുള്ളവരെ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി വളാഞ്ചേരി യൂണിറ്റ് വളാഞ്ചേരിയുടെ ചരിത്ര ലിപികളിൽ സമാനതകളില്ലാത്ത ചരിത്രം തുന്നിച്ചേർത്ത് മുന്നേറുന്നു. കേരളത്തിലെ വ്യാപാരി സമൂഹത്തെ ആത്മാഭിമാനത്തിന്റെ പാതയിലൂടെ കൈപിടിച്ച് നടത്തിയ നവോത്ഥാന പ്രസ്ഥാനം കേരളത്തിന്റെ സാംസ്കാരിക സാമൂഹിക മേഖലയിൽ നിറഞ്ഞുവന്ന് വ്യവസായിക ഉന്നമനത്തിന്റെ ഏടുകളിൽ പുതിയ ചരിത്രത്തിന്റെ ശിലാലിഖിതം ചേർത്ത് വെക്കുകയാണ്.
ഏറെ സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും ഇന്നിവിടെ ഇരിക്കുന്നത്. കാരണം നമ്മുടെ കാരണവന്മാർ നമുക്ക് വേണ്ടി പണിത ഒരു വ്യാപാര ഭവൻ വർഷങ്ങളോളം കാട് പിടിച്ചു കിടന്നു. ഇന്ന് വ്യാപാരികളുടെ സഹായത്തോടു കൂടി നമുക്കിതൊരു നല്ല രീതിയിലാക്കാൻ സാധിച്ചു എന്നതിൽ ഏറെ അഭിമാനിക്കുന്നു. ഒരു ചരിത്ര മുഹൂർത്തത്തിന്റെ സാക്ഷാത്കാരത്തിലാണ് വളാഞ്ചേരി വ്യാപാരി വ്യവസായി ഏകോപന സമിതി. നമുക്കറിയാം, കേരളത്തിൽ കച്ചവടക്കാർക്ക് ഒരു സംഘടന എന്ന സങ്കല്പം ഒരു പക്ഷേ സാധ്യമായത് വളാഞ്ചേരിയിലായിരിക്കും. പൂർവികരായ ആളുകൾ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1972 വളാഞ്ചേരിയിൽ വ്യാപാരികൾക്ക് ഒരു സംഘടന പിറവിയെടുത്തത്. 1981 കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശ്ശൂരിൽ വെച്ച് പിറവിയെടുക്കുന്നതിന്റെ മുമ്പേ വളാഞ്ചേരിയിൽ വ്യാപാരികൾക്ക് ഒരു സംഘടനയുണ്ടായിരുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കാം. ഇങ്ങനെ ഒരു യുദ്ധം ഏറ്റെടുത്ത ഈ വളാഞ്ചേരി യൂണിറ്റിന്റെ എല്ലാ ഭാരവാഹികളെയും മലപ്പുറം ജില്ലാ കമ്മിറ്റിക്കും സംസ്ഥാന കമ്മിറ്റിക്കും വേണ്ടി ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം ഓരോ ദിവസവും 8ഉം 9ഉം സമ്മേളനങ്ങളാണ് നടക്കുന്നത്. എല്ലായിടത്തും സ്വാഭാവികമായും ഈ സംസ്ഥാന പ്രസിഡന്റ് ആയതിനു ശേഷമുള്ള ആദ്യത്തെ യൂണിറ്റ് സമ്മേളനം എന്ന നിലയിൽ അവർക്കെല്ലാം സംസ്ഥാന പ്രസിഡന്റ് പങ്കെടുക്കണമെന്ന് താല്പര്യവുമുണ്ട്. എന്നാൽ കുഞ്ഞോഹാജി ഒരു കാര്യം പറഞ്ഞാൽ അതിനപ്പുറം എനിക്കൊരു മറുപടിയില്ല, ഒരു തീരുമാനമില്ല. സമിതിയുടെ പുതിയ നേതൃത്വത്തിന്റെ രീതിയിൽ സംഘടന ഐക്യത്തോടുകൂടി പോകുവാനാണ് ആഗ്രഹിക്കുന്നത്. കേരളത്തിലെ മുഴുവൻ വ്യാപാരികളും ഒരു പ്ലാറ്റ്ഫോമിൽ അണിനിരത്തുവാനാണ് സംഘടന ആഗ്രഹിക്കുന്നത്. അതിന്റെ പ്രവർത്തനമാണ് ശ്രീ കുഞ്ഞോഹാജി ഞാൻ നേതൃത്വം നൽകുന്ന സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇതുവരെ നടപ്പാക്കിയിട്ടുണ്ട്. പാലക്കാട് പ്രശ്നം പരിഹരിച്ചു തുടങ്ങിയത് ശ്രീ കുഞ്ഞോഹാജി പ്രസിഡന്റായിരുന്നപ്പോഴാണ്. ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ഇരുവരും കൂടി ചേർന്ന് പരിഹരിച്ചു. വളരെ സമാധാനപരമായി പാലക്കാട് മുന്നോട്ട്